ഒരു അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 145 സങ്കീർത്തനം 18 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ ഒരു അനുഗ്രഹമാകണം. നിങ്ങൾ ദൈവശബ്ദം കേട്ട് ഉണരുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ആരാധിച്ചാൽ നിങ്ങളുടെ സമാധാനം നദി പോലെ ഒഴുകും. നിങ്ങളുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളിൽ നിന്നും പൈശാചിക ശക്തികൾ ഓടിമറിയും. രോഗങ്ങൾ മാറിപ്പോകുകയും നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുകയും ദീർഘായുസ് ഉണ്ടാവുകയും ചെയ്യും. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം വ്യക്തമാക്കുന്നു: കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും, നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. സ്നേഹമുള്ളവരെ, എനിക്ക് പ്രായമേറെയായി, ഇനി ഒരു നന്മയും എനിക്ക് ലഭിക്കാനില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് ലഭിക്കുന്ന അനുഗ്രഹത്തിന് പ്രായപരിധിയില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചത് 75-ാം വയസ്സിലാണ്. കർത്താവ് അരുളി ചെയ്തു: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. സ്നേഹമുള്ളവരെ, അങ്ങനെ അബ്രഹാം പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും ദൈവത്തിലും ദൈവം പറഞ്ഞ വാക്കുകളിലും വിശ്വസിച്ചുകൊണ്ടാണ് 100-ാം വയസ്സിലും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു അനുഗ്രഹമാണ്. ദൈവത്തിന്റെ ദാനമായ ജീവിതത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നാം സ്തുതിക്കണം, അവിടുത്തെ ആരാധിക്കണം. അബ്രഹാത്തിന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടതുപോലെ നാം ഒരു അനുഗ്രഹമാകണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു: നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. സ്നേഹമുള്ളവരെ, നമുക്ക് സ്തുതിക്കാം, നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നാം ഒരു അനുഗ്രഹമാണ്. സർവസൈന്യാധിപനായ കർത്താവ് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം: ഞാൻ വീഴുകയില്ല. സ്നേഹമുള്ളവരെ, പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ള നന്മയെ ലക്ഷ്യമാക്കി സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി മുന്നേറുന്നവരെ ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇന്നൊരു അനുഗ്രഹത്തിന്റെ ദിവസമായിക്കോട്ടെ. ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ ഹല്ലേലൂയ. സർവ അധികാരിയാം യേശു, ജീസസ്, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ചേർന്ന് പാടാം: സർവസൈന്യാധിപൻ യേശു, ഹല്ലേലൂയ. സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ, കർത്താധികർത്തനെ, മാത്രമാമത്യത ഉള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തു രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെടുന്ന ദൈവിക സാന്നിധ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചേർന്ന് പാടാം: എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകനായ ദൈവം, സർവ്വ സൈന്യാധിപനായ ദൈവം
എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അധികമായ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവറിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. കാൽവറിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമായി. ഹല്ലേലൂയ. വിജയം യേശു കർത്താവ് നൽകുന്നു. ഹല്ലേലൂയ. ഗ്ലോറി. സർവസൈന്യാധിപനായ ദൈവം, രക്ഷകനായ ദൈവം, സർവ അധികാരിയാം യേശു. ഹല്ലേലൂയ. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ കോട്ടകെട്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികൾക്ക് നമ്മുടെ മേൽ ആധിപത്യം ഉണ്ടാവുകയില്ല. ഒരു തിന്മയും നമുക്കെതിരെ കടന്നു വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവിടുന്ന് പറയുന്നു, താഴ്മയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെ തക്ക സമയത്ത് അവിടുന്ന് ഉയർത്തും. ദൈവം നമ്മെ ഉയർത്തുന്ന ദിവസങ്ങളാണ്. അവിടത്തേക്ക് നന്ദി പറയാം. യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. ആമേൻ. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ദേശം തുറന്നിടും വഴിയൊരു. ഹല്ലേലൂയ. പുതുവഴികൾ തുറക്കപ്പെടും. തുറന്നിടും വഴിയൊരു. ഹല്ലേലൂയ. സർവസൈന്യാധിപൻ യേശു, ജീസസ്. സർവ അധികാരിയാം യേശു. ഹല്ലേലൂയ. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. നമുക്ക് വിളിച്ചു പറയാം, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് തക്ക സമയത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത നല്ല ദൈവത്തോട് പറയാം, ദൈവമേ, അങ്ങയുടെ നാമം എല്ലാ നാമങ്ങൾക്കും മേലായി ഉയരട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാ. ജീസസ്. വാഖായും താഴ്വരയോ ബറാഖായിടുമേ. ഹല്ലേലൂയ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാ. വാഖായും താഴ്വരയോ ബറാഖായിടുമേ. സൈന്യത്താലല്ല ശക്തിയാൽ ഹല്ലേലൂയ. പരിശുദ്ധനാം ആത്മാവിനാൽ. ജീസസ്. സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാം ആത്മാവിനാൽ. ശക്തനായ ദൈവം, സൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ഹല്ലേലൂയ. സർവസൈന്യാധിപൻ യേശു, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. സർവ അധികാരിയാം യേശു. ജീസസ്. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ കർത്താധികർത്തനെ മാത്രമമർത്യതയുള്ളവരോ. വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ, അത്ഭുതമന്ത്രിയെ, യാഹേ
ഹല്ലേലൂയ. യേശുവേ നന്ദി. സർവശക്തനായ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഓ ആരാധിക്കുന്ന ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ നാമങ്ങൾക്കും മേലായി അറുക്കപ്പെട്ട കുഞ്ഞാടായ നസ്രായൻ യേശുവിന്റെ അധികാരമുള്ള നാമം എന്നും മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സകല മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ഞങ്ങൾ നൽകുന്നു. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.